വാശിയും വൈരാഗ്യം ഒക്കെ വിട്ടിട്ട് രാധേച്ചി വിളിച്ചോണ്ട് വന്നോട്ടെ ചേട്ടാ. ഏയ്, അത് ശരിയാവില്ല. ആരും ഇറക്കി വിട്ടൊന്നുമല്ലോ, അവളായിട്ട് ഇറങ്ങിപ്പോയതല്ലേ. ആ നരകസ്വാമിനെ ഒറ്റ ഒരുത്തിയ ഇതിനൊക്കെ കാരണക്കാരി. രാധേച്ചിയെ പിരിയേറ്റാൻ അവരുണ്ടെങ്കിൽ ജേട്ടനെ പിരിയേറ്റാൻ ഉണ്ണേട്ടനും ഉണ്ടായിരുന്നല്ലോ. മിണ്ടാതിരിക്കും. നിനക്കറിയോ, ഇവനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും ഇവന്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ആരോരുമില്ലാത്ത എനിക്ക് അവരെല്ലാമായിരുന്നു. ഒരു പാത്രത്തിലൂട്ടി ഒരു പായയിൽ ഉറക്കിയ എന്നെയും ഇവനെ അവര് വളർത്തിയത്. ഒരുപാട് തെമ്മാടിത്തരങ്ങൾക്ക് ഇവനെ ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഇത് കളിച്ച് കളിച്ച് കൈവിട്ടുപോയി. നമ്മൾ കൈവിട്ടതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. തിരിച്ചെടുക്കാനുള്ള പോവഴി ആലോചിക്കുക, അതാ വേണ്ടത്. തിരിച്ചെടുക്കാൻ പറ്റിയ രീതിയിലല്ലല്ലോ ചേട്ടാ അത്. എല്ലാം ജയന്റെ വെറും തോന്നലുകളാ. പറഞ്ഞു തീർത്താ തീരാത്ത ഒരു പ്രശ്നവും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലില്ല. ഒരു 10-15 ഓണം ജയനേക്കാൾ കൂടുതൽ ഉണ്ടതിന്റെ അനുഭവം കൊണ്ട് പറയാ. വേണ്ട, ഇനി ഒരു കോംപ്രമൈസ് ശരിയാവില്ല. ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട. അച്ഛനെ കാണാനാണെങ്കിൽ വിളിക്കാം. വേണ്ട, എനിക്ക് രാധികയാണ് കാണേണ്ടത്. ഓഹോ, കൂട്ടുകാരനെ ന്യായീകരിച്ച് ഉത്തമ സുഹൃത്തിന്റെ റോൾ അഭിനയിക്കാനാണ് വന്നതെങ്കിൽ ഐ എം സോറി, എനിക്ക് കേൾക്കണമെന്നില്ല. രാധിക എന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. ദൗത്യം അത് തന്നെ. പക്ഷേ ജയന്റെ സുഹൃത്തായിട്ടല്ല, രാധികയ്ക്ക് ഇല്ലാതെ പോയ ഒരു സഹോദരന്റെ റോളിലാണ് ഞാനിവിടെ വന്നത്. മാപ്പർഹിക്കാത്ത തെറ്റാണ് ജയൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് ഉണ്ണിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ജയൻ രാധികയെ ഭാര്യയാക്കി സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കുറ്റബോധം തോന്നി സ്വയം കൂട്ടിക്കൊണ്ടു വന്നതല്ലെന്ന് ഉണ്ണിക്കറിയാമല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു തേർഡ് റേറ്റ് നാടകക്കാരിയെ വിട്ട് അത് മുടക്കാൻ ശ്രമിക്കുമായിരുന്നോ? അവിടെയും വിജയം എന്റെ കൂടെ തന്നെയായിരുന്നു. ഒരാളോട് പ്രതികാരം ചെയ്യാൻ അയാളുടെ ഭാര്യയാവുക, ആ ജീവിതം നശിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം രാധിക മറന്നുപോയി. ജയന്റെ ജീവിതം നശിക്കുന്നതിനോടൊപ്പം രാധികയുടെ ജീവിതവും നശിക്കുമെന്ന്. തെറ്റിതിരുത്തി നല്ല ബുദ്ധി ഉപദേശിച്ച് തരേണ്ടവർ തന്നെ മനസ്സിൽ വിഷം കുത്തി വെക്കുമ്പോ എന്ത് ചെയ്യാൻ കഴിയുമല്ലേ? ആരെടാ വിഷം കുത്തി വെച്ചത്? വെളിയില്. ഓ, ശേഷം വന്നിരിക്കുന്നു സാരോപദേശം കൊടുക്കാൻ. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. രാധികയോട് ഭർത്താവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഭർത്താവ് സ്വന്തം ഭാര്യ ഇറങ്ങിപ്പോയിട്ട് ഒന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്യാതെ കണ്ട അഴിഞ്ഞാട്ടക്കാരികളുടെ കൂടെ അഴിഞ്ഞാടുന്ന ഒരു APM ഭർത്താവിനെ അവർക്ക് വേണ്ട. അത് രാധിക തീരുമാനിക്കട്ടെ. രാധികയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ്. സ്ത്രീകളെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന നികൃഷ്ടന്മാരാണ് പുരുഷന്മാർ. അതിലൊരു തെണ്ടിയ നിന്റെ കൂട്ടുകാരൻ. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിച്ചുകൂടെ? പോടാ, തന്തയും തള്ള ആരാണെന്ന് അറിയാൻ വയ്യാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നീയാണോടാ അവന് വക്കാലത്ത് കൊണ്ടുവരുന്നത്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവരൊന്നിക്കാൻ സമ്മതിക്കത്തില്ലടാ നായി. കളറ് മുക്കിയ സാരിയും ചുറ്റി തട്ടുകടയിൽ നിന്നും വാങ്ങിയ രാമായണവും കക്ഷത്തിൽ വെച്ച് സന്യാസത്തെ വെറും തോന്യാസമായി കാണുന്ന നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വിലയും പവിത്രതയും അറിയില്ല. സ്ത്രീജന്മത്തിന് ഒരുപാട് അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ട്. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഇതൊക്കെ കാഷായ വസ്ത്രത്തിനുള്ളിൽ അമർത്തി വെച്ച് ജീവിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക്. പ്രായത്തിൽ മുതിർന്നവരെ അടിക്കുന്നത് പാപമാണെന്നറിയാം. പക്ഷേ എന്റെ എല്ലാ പാപങ്ങളും ഈശ്വരൻ ഇതോടെ ക്ഷമിക്കും. ഞാൻ ചെയ്യേണ്ടതാണ് നീ ചെയ്തത്. വല്ലപ്പോഴും ഒക്കെ ഇതുവഴി വരണം. ശരി സാർ. വേണേ അല്ല, താനെന്താ ഇവിടെ? വാ വാ വാ. തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. തനിക്കിത് എന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, തനിക്ക് തന്നെ മോനുമാ. അവനൊരു പോക്കരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. പക്ഷെ അവനിത്ര ചെറ്റയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സൂക്ഷിച്ച് സംസാരിക്കണം.
താനും തന്റെ മകനും സൂക്ഷിച്ചാ മതി. തെറ്റിയാൽ നിങ്ങളെക്കാൾ ഏറെ ചെത്തയാണ് ഞാൻ. അതെനിക്കറിയാം. ചലിക്കാതെ കാര്യം പറ. ഒന്നും അറിഞ്ഞില്ലല്ലേ? ഒടിയന്റെ മുമ്പിൽ മായം അറിയല്ലേ മേനോനെ. മക്കള് വേണ്ടാതീനം കാണിക്കുമ്പോ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നേരെയാക്കേണ്ടതിന് പകരം മറപിടിച്ച് കൂട്ടു നിൽക്കേണ്ട താനൊരു തന്തയാണോടു. താൻ അവരെ പറ്റി ആകാശപ്പെട്ടപ്പൊക്കെ പറഞ്ഞല്ലോ. ഇതാണോടോ അവന്റെ പൊക്കം. തന്റെ മോന്റെയും പക്ഷം പിടിച്ച് ഞാൻ എന്റെ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തി. അത് തെറ്റായി പോയിന്ന് എനിക്കിപ്പോ മനസ്സിലായി. താൻ എന്ത് മനസ്സിലാക്കിയെന്നായി പറയുന്നേ? പറയാനോ? താല് കെട്ടി പെണ്ണ് വീടിന്റെ പടി ഇറങ്ങുന്നതിന് മുമ്പ് തന്റെ മകൻ കണ്ട തേവിടിച്ചുകളുമായി അഴിഞ്ഞാടുന്നത് ഈ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു. മകന് പെണ്ണ് കൂട്ടി കൊടുക്കാൻ നടക്കുന്ന താനൊരു അച്ഛനാണോ അതോ പിമ്പാണോ? എന്താണ് ചേട്ടാ? മക്കളും അടിച്ചു പിരിഞ്ഞു. ഈ ശാന്തമാരെ റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് കൈകൂട്ടി ചിരിപ്പിക്കണോ? ഒന്ന് നിർത്താൻ. ഞാനല്ലേ പറഞ്ഞേ, ഒന്ന് നിർത്താൻ വരും ചേട്ടാ. ഒന്ന് നിർത്താൻ. താൻ ചെവിയെ തുള്ളിക്കോ. എന്റെ മകളെ വഞ്ചിച്ച് സൂഹിക്കാമെന്ന് കരുതിയാൽ വിടില്ലയാവുന്നതിനെയും കയ്യും കാല് തല്ലി ഒടിച്ച് കാല് കെട്ടിത്താഴ്ത്തും. വിടുവന്നെ. ഇന്ന് അവന്റെ ശവം ഞാൻ വീഴിക്കും. ഒന്നും വേണ്ട, ഞാനൊന്ന് പറയട്ടെ. അവൻ പറഞ്ഞു കേട്ടില്ലേ? 1000 കുടത്തിന്റെ വായടയ്ക്കാം, ഒരു മനുഷ്യന്റെ നാവടക്കാൻ ബുദ്ധിമുട്ടാ. താൻ എന്ത് കുന്തോടോ പറയുന്നേ? അയാള് പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ജയന്റെയും പിങ്കിയുടെയും രീതികള് അത്ര ശരിയായിട്ട് എനിക്കും തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ കാണണ്ട, വേറെ കാണാൻ. പിങ്കി, നീ എപ്പോഴാ തിരിച്ചു പോന്നെ? ഒന്നും തീരുമാനിച്ചില്ല അങ്കിൾ, ഇനി സമയമുണ്ടല്ലോ. എന്നാ ഞാൻ തീരുമാനിച്ചു. നാളെ രാവിലെ ഒരു ട്രെയിനുണ്ട്, ഉച്ച കഴിഞ്ഞ് ഫ്ലൈറ്റും. ഏതിലാ സൗകര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ നാളെ തന്നെ പോകണമെന്ന് പറയാൻ പ്രത്യേകിച്ച് എന്താ അങ്കിൾ കാരണം? കെട്ടിയ പെണ്ണിനെ പിണക്കി അയച്ചിട്ട് മുറപ്പെണ്ണുമായിട്ട് എന്റെ മോൻ സ്വൈര്യസല്ലാപം നടത്തുന്ന നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് നീ ഇവിടുന്ന് പോണം. അങ്കിൾ, ഇത്ര ചീപ്പായി സംസാരിക്കരുത്. തൊട്ടുപോരുത്. എന്താടാ ഇത്? ഇതിനായിരുന്നു അച്ഛൻ ഇത്ര വളച്ചു കെട്ടിയത്. നാട്ടുകാരുടെ മുമ്പിൽ അച്ഛന് ഒരു നാണക്കേടും ഉണ്ടാവില്ല. ഇവള് പോവും, പക്ഷെ ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ ഞാനും ഉണ്ടാവും. വർഷങ്ങളായുള്ള പിണക്കം തീർക്കാനാണ് നീ ഈ കുടുംബത്തേക്ക് വന്നെന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാണ് ഞാൻ. പക്ഷെ അതിലും വലിയൊരു ദുരന്തം ഈ കുടുംബത്തുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. രാധിക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. അവൾ ഇപ്പോഴും എന്റെ മകന്റെ ഭാര്യ. ഭാര്യ? എനിക്ക് കല്യാണം വേണ്ടാന്ന് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ? കേട്ടോ കേട്ടോ ആരെങ്കിലും? ഇത്രയും നല്ല ബന്ധം നിനക്ക് കിട്ടില്ല. അവള് മഹാലക്ഷ്മിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിച്ചിട്ട് ഒരു നിമിഷമെങ്കിലും അവൾ എനിക്ക് സമാധാനം തന്നിട്ടുണ്ടോ? എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം എന്റെ അച്ഛനും അമ്മയ്ക്ക് തിരിച്ചു തരാൻ കഴിയൂ? കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു അല്ലേ? എന്നാ എനിക്കൊരു തീരുമാനമുണ്ട്. ഇപ്പോ ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്തായി പറയുന്നേ? ശബ്ദിക്കരുത്. വേണ്ടമേ, ഞാൻ പോവാം. പക്ഷെ 29 വർഷം അച്ഛാന്ന് വിളിച്ച അധികാരത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു രാത്രി കൂടി നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ ഉണ്ണിയാണ്. വിവരങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ആര് പറഞ്ഞിട്ടും ജയൻ കേൾക്കുന്നില്ല. അവൻ വാശിയില്ല. നാളെ രാവിലെ അവർ രണ്ടുപേരും ഡൽഹിക്ക് പോവുകയാണ്.
ഉണ്ണി നീ എങ്കിലും ഒന്ന് പറ. അമ്മ പറയുന്നത് കേൾക്ക് ജയ. വിടറാ. ജയ, ചേട്ടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട. ഇത്രയും നാള് നീ പറഞ്ഞത് മുഴുവൻ കണ്ണുമടച്ച് വിശ്വസിച്ചവനാണ് ഞാൻ. മാറ്, ഞങ്ങൾക്ക് പോണം. എന്റെ എല്ലാ തെറ്റുകളും എനിക്ക് മനസ്സിലായി. ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം അമ്മയില്ലാതെ വളർന്ന ഒരു കുട്ടിയുടെ പക്വത ഇല്ലായ്മയായി കരുതി. എല്ലാവരും എന്നോട് പൊറുക്കണം. എന്നെ ഉപദേശിക്കേണ്ടവർ തന്നെ മനസ്സിൽ വിഷം നിറച്ച് തന്നപ്പോ എനിക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നെ വിശ്വസിക്കണം. മോനെ, ഇനിയെങ്കിലും നിനക്ക് ഇവളോട് ക്ഷമിച്ചുകൂടെ? ഇവളിപ്പി കാണിക്കുന്ന മാനസാന്തരം പോലും അഭിനയമല്ലെന്ന് അമ്മയ്ക്ക് എന്താ ഉറപ്പ്? ഇറങ്ങി പോടി പുറത്ത്. നിർത്തടാ. അവളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് എന്താ അവകാശം? നീ ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നവനാ. ഇതിനി നിന്റെ വീടല്ല. ഇവളെന്റെ മരുമോളാ. ഇവിടെ തന്നെ താമസിക്കും. മരുമോളായിട്ടല്ല, എന്റെ മോളായിട്ട്. സരസ്വതി, ഇവിടെ അകത്തോട്ട് കൊണ്ടുപോകും. ജേട്ടാ, നമുക്ക് പോവാം. ഫ്ലൈറ്റിന് സമയമായി. എടി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ പിണങ്ങി പോകുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ അത് മുതലെടുത്ത് വേറൊരുത്തി കയറി പറ്റുന്നത് ഇതാദ്യമാ. ഇനി ജയേട്ടൻ പൊയ്ക്കോളൂ. പക്ഷെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ഈ താലിയുടെ അധികാരത്തിൽ. അങ്കിള് പറഞ്ഞതുപോലെ ഈ വീട്ടിലൊരു ദുരന്തം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്, അത് ഒഴിവാക്കാനാ. മോഡേൺ ലൈഫിൽ വളർന്നവളാണെങ്കിലും എന്റെ മനസ്സിപ്പോഴും ഒരു നാടൻ പെൺകുട്ടി തന്നെയാ. ഒരു പെണ്ണിന്റെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. ഞാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒന്നു ചേരണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനൊരു സഹായി വേണമെന്ന് തോന്നി. പിങ്കി, ഒരു നീല മാരുതി വാനിലായിരിക്കും അവർ പുറപ്പെടുക. നിന്റെ മനസ്സിലൊരു ചെറിയ പിടിവാശി ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചത്. യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു രാധിക ഇവിടെ എത്തിച്ചേരുമെന്ന്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ജയന്റെയും രാധികയുടെയും പേരില. അന്ന് നടക്കാതെ പോയ ഹണിമൂൺ ട്രിപ്പിന് പകരമുള്ള ടിക്കറ്റ്. പക്ഷേ ഇത്തവണ ഈ ഇത്തിൽ കണ്ണിയുടെ അകമ്പടി ഉണ്ടാവില്ല. എന്താ ജയന്റെ അച്ഛാ? ഒരു കുടുംബം രക്ഷപ്പെട്ടാ. താങ്ക് യു മോളെ. എടാ, നീ പോകുന്ന വേഗം പോ, ഫ്ലൈറ്റിന് സമയമായി.